കരിക്കിറക്കാനായിട്ട് അച്ഛന്റെ 2 ബംഗാളികൾ രാവിലെ തന്നെ വന്നിട്ട് കരിക്കിറക്കി കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ. ഞാനാണെങ്കിൽ കടയിലേക്ക് ഇതേ ടിന്നർ മേടിക്കാൻ പോയിട്ടോ. ഇന്ന് വീട്ടിൽ പെയിന്റ് അടിക്കുകയാണ്. വെറുതെ ചുറിയും കുത്തിരിക്കുന്ന നേരത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കലാപരിപാടികളായിരുന്നു ഇത്. ഇതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് വേണം പെയിന്റ് അടിക്കാനായിട്ട്. വീട്ടിലാണെങ്കിൽ ഒരു തരി സ്ഥലമില്ലാതെ കിടക്കാൻ. ഉച്ചയ്ക്ക് വല്ലതും ഞം തിന്നണ്ടേ. വീട്ടിൽ മീൻകറി ആയതുകൊണ്ട് ഞാൻ ഒരു ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിട്ടോ. എല്ലാ സാധനവും വാരിയിട്ടോണ്ട് എനിക്കിരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാട്ടോ. ഞാൻ നിലത്തിരുന്നിട്ടാണ് കഴിക്കണേ. 4 കൊല്ലം മുന്നേ ചേച്ചിയുടെ കല്യാണത്തിനാട്ടോ ഞങ്ങളെ വീട് പെയിന്റ് അടിച്ചേക്കണേ. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് അടിക്കണത്. അച്ഛൻ വെള്ളയാട്ടോ പറഞ്ഞത്. ഞാനതൊരു പിസ്ത കളർ ആക്കിയിട്ടുണ്ട്. സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് കരിക്കും ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ആവശ്യമുള്ള സാധനം ആവശ്യമില്ലാത്ത സാധനം മാറ്റി വെക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടോ. അതിന്റെ ഇടയിൽ അമ്മയ്ക്ക് ഡയറി മിൽക്കിന്റെ കവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതെന്റെ ബുക്കല്ല കേട്ടോ, എന്റെ ചേച്ചിയുടെ ബുക്കാണ്. അങ്ങനെ ഒതുക്കി വന്നപ്പോ എന്റെ ചേച്ചിയുടെ പഴയ ഒരു ഫോട്ടോ കിട്ടിയിട്ടോ. എന്ത് ക്യൂട്ടാലേ കാണാൻ. വീടിന്റെ മേലെ കുറച്ച് ഓടുണ്ട്, അതിനടിക്കാനുള്ള കളർ സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന്റെ കാർഡ്ബോർഡ് പെട്ടിയിൽ സാധനങ്ങളായിട്ട് വന്നിട്ടോ. പിന്നെ അതിലെന്താന്ന് അറിയാനുള്ള തന്ത്രപ്പാടായിരുന്നു. ഞാൻ എല്ലാം പൊളിച്ചു നോക്കിട്ടോ. വീടൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഞാൻ എന്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പൊ അത്ര ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.